ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന VFA LDC സീരീസിലെ മറ്റൊരു തീപ്പാറും ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട 10 മാർക്കിന് ചോദിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയ അനുബന്ധ വിവരങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എല്ലാവരും ഈ ക്ലാസ് മിസ്സാക്കാതെ അവസാനം വരെ കാണുക. ഈ ക്ലാസ് തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ എനേബിൾ ചെയ്യുക. ശേഷം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSC VFA ആൻഡ് LDC എക്സാം സീരീസ് മലയാളം PYQ പ്ലസ് റിലേറ്റഡ് ഫാക്ട്. ആദ്യം നിങ്ങൾ സിലബസ് അറിഞ്ഞിരിക്കണം. മലയാളം എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് വരുന്നത്. 10 മാർക്കാണ് നിങ്ങൾക്ക് സിലബസിലുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചേ, പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം അഥവാ വാക്യം ചേർത്തെഴുതുക എന്ന് പറയുന്ന 13 ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് 10 ചോദ്യങ്ങളാണ് ചോദിക്കുക. 10 മാർക്ക് വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ കഴിയുന്നേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ശ്രദ്ധിച്ചേ, ആദ്യത്തെ ചോദ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പരിഭാഷയിൽ നിന്നാണ് കേട്ടോ. പരിഭാഷയിൽ നിന്നാണ് ചോദ്യം, അതായത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇംഗ്ലീഷിൽ നമുക്ക് തരും, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇഫ് യു വാണ്ട് ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നാ പറയുന്നത്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ, അതായത് നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ പറയുന്നത്? നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കണം. ഇതിനോടടുത്ത് നിൽക്കുന്ന പരിഭാഷ എവിടെയാണെന്ന് നോക്കിക്കേ. യെസ്, അത് നമ്മുടെ ഓപ്ഷൻ D ആണ്. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ഇത് പ്യുവർ പരിഭാഷയാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ മീനിങ് അല്ല ചോദിച്ചിരിക്കുന്നത്, പരിഭാഷയാണ്. അവിടെ തന്നിരിക്കുന്ന വേർഡ് അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? സോ ആ ടോപ്പിക്കിനെ കുറിച്ച് വളരെ പ്രധാനപ്പെടുത്തിയിട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് കാര്യങ്ങളില്ലേ, അത് നമുക്ക് പഠിക്കാം. കുറച്ചധികം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. കണ്ടോ, ടോപ്പിക്ക് പരിഭാഷയാണ്. ആദ്യത്തെ ശ്രദ്ധിച്ചേ, നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നാണ് പറയുന്നത്. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്, അതായത് ഇത് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചാണ് കേട്ടോ. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. പഠിച്ചു വെച്ചേക്കാം, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത് നോക്കിക്കേ, അൺഈസി ലൈഫ് ദ ഹെഡ് ദാറ്റ് വെയർസ് ദ ക്രൗൺ. അൺഈസി ലൈഫ് ദാറ്റ് ദ ഹെഡ് വെയർസ് ദ ക്രൗൺ എന്നാ പറയുന്നത്. അതായത് കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് 12th ലെവലിൽ ചോദിച്ചാണ് കേട്ടോ. ഇനി മൂന്നാമത്തത് നോക്കിക്കേ, എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എന്നാ പറയുന്നത്. എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ, കടലിൽ കായം കലക്കുക. കടലിൽ കായം കലക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതും 12th ലെവലിൽ ചോദിച്ചാണ്. ലുക്ക് ബിഫോർ യു ലീപ്പ്. ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയുന്ന ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചാണ് കേട്ടോ. ഇരുന്നിട്ടേ കാലു നീട്ടാവൂ. ഇരുന്നിട്ടേ കാലു നീട്ടാവൂ. എനിക്ക് തോന്നുന്നു ഡിഗ്രി പ്രിലിംസ് അല്ല, ഡിഗ്രി ലെവലിന് ചോദിച്ചാണ്. ഓക്കെ, അപ്പോൾ ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടേ കാലു നീട്ടാവൂ. അടുത്തത് അഞ്ചാമത്തെ ശ്രദ്ധിച്ചേ, ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയും കളവോടെ പിടിക്കുക എന്നൊക്കെ പറയില്ലേ. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കൈയോടെ പിടികൂടുക എന്നാണ് അർത്ഥം. കൈയോടെ പിടികൂടുക. ആദ്യം പറഞ്ഞ 5 നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, സിമ്പിളായിട്ട് പഠിച്ചു പോരാടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ പരിഭാഷ എന്ന് പറയുന്നത്. കുറച്ച് ഇംഗ്ലീഷ് നോളജ് വേണം, അത് മലയാളത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സിനിമയെ കാണുന്ന സമയത്ത് സബ് ടൈറ്റിൽ നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷിലായിരിക്കും അല്ലേ, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന മലയാളത്തിലല്ലേ. അതേ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് പരിഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് പ്രോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പരിഭാഷകൾ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചെണ്ണം ഇവിടെയും പഠിക്കാം. ഇതേപോലെ ഇനി വരുന്ന ക്ലാസ്സുകളിലും കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം പഠിച്ച് പോവാം. ഇനി ഇവിടെ നോക്കിയേ, ആറാമത്തെ എന്താ പറയുന്നത്? എ ഹണി ടങ്, എ ഹാർട്ട് ഓഫ് ഗേൾ. അതായത് മുമ്പേ ചിരിക്കും പിമ്പേ കത്തിവെക്കും എന്നാണ് പറയുന്നത്. എ ഹണി ടങ്, എ ഹാർട്ട് ഓഫ് ഗേൾ, അതായത് നമ്മളെ ചിരിച്ച് മയക്കി അവസാനം പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളൊരു അർത്ഥം ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. എ ഹണി ടങ്, എ ഹാർട്ട് ഓഫ് ഫുൾ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുമ്പേ ചിരിക്കും പിമ്പേ കത്തിവെക്കും. അടുത്തത് ഏഴാമത്തെ, എ ബേൺഡ് ചൈൽഡ് ഡ്രെഡ്സ് ദ ഫയർ. എ ബേൺഡ് ചൈൽഡ് ഡ്രെഡ്സ് ദ ഫയർ. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നാണ് അർത്ഥം. അടുത്തത്, എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ഇൻ 2 ബുഷ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞ് പറക്കുന്നതിനെ പിടിക്കുക. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞ് പറക്കുന്നതിനെ പിടിക്കുക.
എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. ഇത് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ മോസ്റ്റ് കോമൺലി കേൾക്കുന്നതാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് അർത്ഥം. 10ാമത്തെ നോക്കിക്കേ, ദിസ് ഈസ് ദ സ്റ്റാൻഡിങ് ഓർഡർ. ദിസ് ഈസ് ദ സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിലവിലുള്ള ഉത്തരവാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ഡിഗ്രി ലെവലിലൊക്കെ ചോദിച്ചു വരുന്നത് കോർട്ട് റൂമുമായി ബന്ധപ്പെട്ട വേർഡ്സ്, അതേപോലെ നമ്മുടെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ടേംസുകളൊക്കെ ഉണ്ടല്ലോ, അത് കൂടുതൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ അടുത്ത ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. മുൻപത്തെ ഇതിനെടുത്ത ഡിഗ്രി പ്രിലിംസിന് വേണ്ടി എടുത്ത ക്ലാസ്സിൽ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാക്ഷേപതാ പത്രം എന്നാണ് പറയുന്നത്. അതായത് എനിക്കൊരു ആക്ഷേപവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പത്രമാണ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ചെണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് പരിഭാഷ എന്താണെന്ന് മനസ്സിലായി. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉന്നമ്രം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഓൾറെഡി നമുക്ക് സിമ്പിളായിട്ട് അറിയാം. ഉന്നമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നമ്രം എന്ന് പറയുന്നത് ഉത് പ്ലസ് നമ്രമാണ് കേട്ടോ. ഉത് പ്ലസ് നമ്രമാണ്. ഉത് പ്ലസ് നമ്രമാണ് ഓപ്ഷൻ സി. ഇത് ആക്ച്വലി എങ്ങനെ പറയാന്നറിയോ? ഇത് എങ്ങനെ വായിക്കാന്നറിയോ? ഉത് അധികം നമ്രം എന്നാണ് കേട്ടോ. ഉത് അധികം നമ്രം എന്നാണ്. ഇവിടെ അധികം എന്നാണ് മലയാളം വ്യാകരണ പ്രകാരം പറയുക. ഈ പ്ലസിനെ അധികം എന്നാണ് പറയുക. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പ്ലസ് എന്ന് തന്നെ പറയുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉത് എന്ന് വായിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഉത് പ്ലസ് നമ്രം എന്നേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ് ഒരുപാട് പേര് കേട്ടുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഉത് പ്ലസ് നമ്രം എന്ന് പറഞ്ഞാൽ ഉന്നമ്രമാണ്. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി അടുത്ത നോക്കിയേ, കുറച്ച് പിരിച്ചെഴുത്തുകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത കുറച്ചെണ്ണമാണ് കേട്ടോ. ആദ്യത്തെ തന്നെ ശ്രദ്ധിച്ചേ, നവോത്ഥാനമാണ്. നവോത്ഥാനം എങ്ങനെ പിരിച്ചെഴുതും? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നവ പ്ലസ് ഉത്ഥാനമാണ് കേട്ടോ. നവ പ്ലസ് ഉത്ഥാനമാണ് നവോത്ഥാനം. നവ പ്ലസ് ഉത്ഥാനമാണ് നവോത്ഥാനം. അടുത്ത രണ്ടാമത്തേത് രമേശൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? രമ പ്ലസ് ഈശനാണ്. രമ പ്ലസ് ഈശനാണ് രമേശൻ. അടുത്തത് മഹൈശ്വര്യം. മഹൈശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാ പ്ലസ് ഐശ്വര്യം എന്നാണ് കേട്ടോ. മഹൈശ്വര്യം എന്ന് പറഞ്ഞാൽ മഹാ പ്ലസ് ഐശ്വര്യം എന്നാണ്. ദീർഘമുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഓപ്ഷനിലുള്ള സമയത്ത് എങ്ങനെയൊക്കെ തരുമോ എന്നറിയോ? മഹാ എന്ന് തരും, അതേപോലെ തന്നെ മഹാ എന്ന് പറഞ്ഞിട്ട് 2 വിസർഗം തരും. ഇതൊക്കെ ഓപ്ഷനിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചേക്കാം, മഹാ എന്ന് പറയുന്ന ദീർഘം ഇവിടെ വരുന്നുണ്ട്. അടുത്തത് പരമാർത്ഥം. പരമാർത്ഥം എങ്ങനെ പിരിച്ചെഴുതും? പരമ പ്ലസ് അർത്ഥമാണ് കേട്ടോ. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ പരമ പ്ലസ് അർത്ഥമാണ്. പരമ പ്ലസ് അർത്ഥം. ദീർഘമില്ല, ഇവിടെ ദീർഘമില്ല കേട്ടോ. ഇവിടെ ദീർഘമില്ല, ശ്രദ്ധിക്കണേ. പരമ പ്ലസ് അർത്ഥമാണ് പരമാർത്ഥം. അടുത്തത് പ്രത്യക്ഷം. പ്രത്യക്ഷം ഇപ്പോൾ ലാസ്റ്റ് കൂടെ റീസെൻ്റ്ലി ചോദിച്ചതാണ്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതി പ്ലസ് അക്ഷമാണ്. പ്രതി പ്ലസ് അക്ഷമാണ് പ്രത്യക്ഷം. അടുത്തത് ആറാമത്തേത് അണ്വായുധം. അണ്വായുധം എന്ന് പറഞ്ഞാൽ എന്താണ്? അണു പ്ലസ് ആയുധമാണ് കേട്ടോ. അണു പ്ലസ് ആയുധമാണ് അണ്വായുധം. ഓക്കെ ആണല്ലോ? അടുത്ത ഏഴാമത്തെ ശ്രദ്ധിച്ചേ, അഭിപ്രായൈക്യം. അഭിപ്രായൈക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായ പ്ലസ് ഐക്യമാണ്. അഭിപ്രായ പ്ലസ് ഐക്യം. യാ എന്നേ ഉള്ളൂ കേട്ടോ. അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷനിൽ തരും, തെറ്റാണ്. അഭിപ്രായ പ്ലസ് ഐക്യമാണ് അഭിപ്രായൈക്യം. അടുത്തത് അത്യുൽപ്പം. അത്യല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യല്പം. അത്യല്പം എന്ന് പറഞ്ഞാൽ അതി പ്ലസ് അല്പമാണ് കേട്ടോ. അതി അധികം അല്പം എന്ന് പറയും. അതി അധികം അല്പം എന്ന് പറഞ്ഞാൽ അത്യല്പമാണ്. അത്യല്പമാണ്. ഇനി അടുത്തത് 9ാമത്തെ ശ്രദ്ധിച്ചേ, ആയുഷ്കാലമാണ്. ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ ആയുഹ പ്ലസ് കാലം എന്നാണ് കേട്ടോ. ഇത് ഞാൻ ആയുഹ എന്ന് പറയാൻ കാരണം എന്താ? മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വിസർഗം വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആയു പ്ലസ് കാലമാണ് ആയുഹ. ഇവിടെ കണ്ടോ ഒരു സാധനമുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ, ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ. ആയുഹ പ്ലസ് കാലമാണ് ആയുഷ്കാലം. അടുത്തത് കണ്ണീരാണ്. കണ്ണീർ എങ്ങനെ തിരിച്ചെഴുതും? നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചാണിത്. കണ്ണീര് ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇരട്ടിപ്പ് വരുന്നുണ്ട്. സോ കൺ പ്ലസ് നീരാണ് കണ്ണീര്. കൺ പ്ലസ് നീരാണ് കണ്ണീര്. അടുത്തത് 11ാമത്തെ ശ്രദ്ധിച്ചേ, കടപ്പത്രം. കടപ്പത്രം എന്ന് പറഞ്ഞാൽ കടം പ്ലസ് പത്രമാണ് കേട്ടോ. കടം പ്ലസ് പത്രമാണ്. അടുത്ത നോക്കിയേ 12ാമത്തെ ചിദാനന്ദം. ചിദാനന്ദം എങ്ങനെ പിരിച്ചെഴുതും? ചിത് പ്ലസ് ആനന്ദമാണ്. ചിത് പ്ലസ് ആനന്ദം. ചിത് പ്ലസ് ആനന്ദം. എടുത്തി പറയുവാണ്, ചിത് പ്ലസ് ആനന്ദം. ചിത് പ്ലസ് ആനന്ദമാണ് ചിദാനന്ദം. ഓക്കെ ആണല്ലോ?
പിരിച്ചെഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സന്ധിയൊക്കെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. സന്ധികളുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, നമുക്ക് ആ ടോപ്പിക് വൈസ് തന്നെ പഠിക്കാം. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സന്ധികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുവാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ഏതാ? ധനാശി പാടുക എന്ന ശൈലിയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന് പറയുന്ന ടോപ്പിക്കിലെ ധനാശി പാടുക മോസ്റ്റ് റിപ്പീറ്റഡ് PSC ചോദിക്കുന്നതാണ് കേട്ടോ. ഞാനിത് എടുത്തിരിക്കുന്നത് 2026 ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. സോ മലയാളം നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ആ ഒരു പേറ്റേൺ മനസ്സിലാവും. സോ മനസ്സിലായല്ലോ, ഇത് ഒരുപാട് തവണ ചോദിക്കുന്നതാണ് ധനാശി പാടുക. എന്താണ് അർത്ഥം? ധനാശി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട ടേമാണ്? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. തൊട്ട് മുമ്പ് നമ്മൾ ആർട്സിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പഠിച്ചാണ്. എന്തായിരുന്നു? അതായത് കഥകളിയുടെ അവസാനത്തെ ചടങ്ങാണ് ധനാശി എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചല്ലേ? സോ ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഓപ്ഷൻ D ആണ് കേട്ടോ, അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം ധനാശി പാടുക. ഞാൻ കുറച്ച് ശൈലികൾ ഇവിടെ തരുന്നുണ്ട്, സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. പച്ചവെള്ളം ചവച്ചു കുടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പച്ചവെള്ളം ചവച്ചു കുടിക്കുക, വളരെ ശാന്തനായിരിക്കുക എന്നാണ് കേട്ടോ. വളരെ ശാന്തനായിരിക്കുക എന്നാണ്. അയഞ്ഞ കമ്പിളിയൊക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. അയഞ്ഞ കമ്പിളി എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായ സ്ഥിരതയില്ലാത്ത നമ്മളെല്ലാവരെയും പോലെയാണല്ലേ. ഇപ്പം ഞാൻ ക്ലാസ്സുകൾ എല്ലാ ദിവസവും വന്ന് കാണണോ എന്ന് പറയുന്നു. എത്ര പേര് വന്ന് കാണുന്നുണ്ട്? അതാണ് പറയുന്നത്. അഭിപ്രായ സ്ഥിരതയില്ലാത്ത അയഞ്ഞ കമ്പിളി പോലെ ആവരുത് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കാണണം കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് 8:17 ആണ്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലഭിക്കും. കറക്റ്റ് സമയത്ത് തന്നെ ക്ലാസ് വന്ന് കാണുക. ഓക്കെ ആണല്ലോ, പെൻഡിങ് വെക്കരുത് കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ നോക്കിക്കേ, അണയാൻ പോകുന്ന ദീപം എന്നോ അണയാൻ പോകുന്ന തീ എന്നോ ഒക്കെ പഠിക്കാം. അതെന്താണ് അണയാൻ പോകുന്ന ദീപം? നശിക്കാൻ പോകുന്നത് എന്നാണ് അർത്ഥം. നശിക്കാൻ പോകുന്നത്. മഞ്ഞളിക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക എന്നാണ് അർത്ഥം. ലജ്ജിക്കുക. അന്യം വരിക, അന്യം നിന്ന് പോയി, പരമ്പര അന്യം നിന്ന് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശികൾ ഇല്ലാതാവുക എന്നാണ് കേട്ടോ. അവകാശികൾ ഇല്ലാതാവുക. അടുത്തത് അമരം പിടിക്കുകയൊക്കെ ഒരുപാട് തവണ ചോദിച്ചാണ്. അമരം പിടിക്കുക പറഞ്ഞാൽ വഴി കാണിക്കുക എന്നാണ്. നമ്മുടെ വള്ളം കളിക്കുന്ന സമയത്തൊക്കെ അമരം കണ്ടിട്ടില്ലേ? അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്നാണ്. അടുത്തത് അരക്കൻ എന്ന് പറഞ്ഞാൽ വലിയ പിശുക്കൻ എന്നാണ് അർത്ഥം കേട്ടോ. വലിയ പിശുക്കൻ എന്നാണ് അർത്ഥം അരക്കൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. സോ 7 പറഞ്ഞു. അടുത്ത 8ാമത്തേലേക്ക് പോവാണ്. ആകാശകുസുമൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് വന്നതാണ് കേട്ടോ. അതെന്താണ്? സംഭവിക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശകുസുമം എന്നാണ്. പ്രസംഗവശാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദർഭവശാൽ എന്നാണ് കേട്ടോ. സന്ദർഭവശാൽ. അടുത്തത് എണ്ണിച്ചുട്ട അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതമായ വസ്തു എന്നാണ് അർത്ഥം കേട്ടോ. എണ്ണിച്ചുട്ട അപ്പമാണ്. എണ്ണിച്ചുട്ട അപ്പം എന്ന് പറഞ്ഞാൽ പരിമിതമായ വസ്തു. ഓക്കെ. അടുത്തത് റാൻ മൂളുക എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻ മൂളുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ്. അനുസരിക്കുക. അടുത്തത് കൊമ്പിൽ കയറുക എന്ന് പറഞ്ഞാൽ ഗൗരവഭാവം കാണിക്കുക. രാമേശ്വരത്തെ ശൗര്യം 13ാമത്തെയാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ശൈലികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. രാമേശ്വരത്തെ ശൗര്യം എന്ന് പറഞ്ഞാൽ ജോലി പൂർത്തിയാക്കാത്ത അവസ്ഥയാണ് കേട്ടോ. ജോലി പൂർത്തിയാക്കാത്ത അവസ്ഥയാണ്. അടുത്ത 14ാമത്തെ ശ്രദ്ധിച്ചേ, വീറുകാട്ടുക എന്ന് പറഞ്ഞാൽ വാശി കാണിക്കുക എന്നാണ് അർത്ഥം. വാശി കാണിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശൈലികൾ തന്നെ ചോദിക്കണമെന്നില്ല. പഴഞ്ചൊല്ലുകളും നമ്മുടെ ഓപ്ഷനിലുണ്ട്. പഴഞ്ചൊല്ലുകൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, അത് ക്ലിയർ ആയില്ല മക്കളെ? സോ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ പേര് VFA and LDC എന്നാണ്. അവിടെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 4ാമത്തെ ചോദ്യം, നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ പദത്തിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഒറ്റ പദത്തിൽ നിന്നുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. നീതിയെ സംബന്ധിച്ചത് നൈതികമാണ്. നൈതികം. ഓപ്ഷൻ A ആണ് നൈതികം. നൈതികമാണ് നീതിയെ സംബന്ധിച്ചത്. പഠിക്കാലോ കുറച്ച് ഒറ്റപ്പദങ്ങൾ. ഇതാ ഞാനിവിടെ തന്നിട്ടുണ്ട്, കുറച്ച് സ്പീഡിൽ പോവാം. പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാൽ തഥാഗു ആണ് കേട്ടോ. തഥാഗു എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരൻ എന്നാണ് അർത്ഥം. ദിതിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിതിജൻ എന്ന് പറഞ്ഞാൽ അസുരൻ എന്നാണ് അർത്ഥം. ദിദിഷു എന്ന് പറഞ്ഞാൽ എന്താ? മാറിപ്പോരുത് കേട്ടോ. ദിദിഷു എന്ന് പറഞ്ഞാൽ രണ്ടാം ഭർത്താവ് എന്നാണ് അർത്ഥം. രണ്ടാം ഭർത്താവ്.
ശിഥിലമായത് ശൈഥിലിത്യം എന്നാണ് പറയുക കേട്ടോ. ശൈഥില്യം എന്ന് പറഞ്ഞാൽ ശിഥിലമായത് എന്നാണ് അർത്ഥം. ശൈഥില്യം എന്ന് പറഞ്ഞാൽ ശിഥിലമായത് എന്നാണ് അർത്ഥം. ഇനി വരദ എന്ന് പറഞ്ഞാൽ എന്താണ്? വരദ എന്ന് പറഞ്ഞാൽ വരത്തെ ദാനം ചെയ്യുന്നവൾ ആരോ അവളാണ് ആര്? വരദ. അടുത്തത് ശ്വശുരന്റെ പുത്രനാണ് ശ്വശുര്യനാണ് കേട്ടോ. ശ്വശുര്യനാണ് ശ്വശുരന്റെ പുത്രൻ. ശ്വശുര്യൻ. അടുത്തത് ശ്വശുരന്റെ ഭാവമാണ് ശ്വശുരത എന്ന് പറഞ്ഞാൽ ശ്വശുരന്റെ ഭാവമാണ്. ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ചത് എന്തായിരുന്നു? മുൻപത്തെ ക്ലാസ്സിലെ ഗുരുവിന്റെ ഭാവം എന്താണ്? ഗുരുവിന്റെ ഭാവം ആർഷമാണ് കേട്ടോ. ആർഷമാണ്. ചോദിച്ചാണ്, PC റീസെന്റ്ലിയുടെ ചോദിച്ചാണ്, അത് മുൻപത്തെ ക്ലാസ്സിൽ എടുത്തതാണ്. ഓക്കെ, അധികം നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പറയാത്ത കുറേ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റിപ്പീറ്റേഷൻ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ മനസ്സിലാക്കുക, ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. മുൻപ് കണ്ടതെല്ലാം മുൻപത്തെ ക്ലാസ്സുകളിലായിട്ട് കിടക്കുന്നുണ്ട്. അത്യാരൂഢം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാരൂഢം വളരെ ഉയർന്ന സ്ഥിതിയാണ്. അത്യുക്തി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കവിഞ്ഞുള്ള പറച്ചിലാണ്. ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിൽ, അതാണ് അത്യുക്തി എന്ന് പറഞ്ഞാൽ. ഉള്ളതിൽ കൂടുതലായിട്ട് പറയാം. ഇനി അനുനാദനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് എന്നാണ് അർത്ഥം. ഇപ്പോഴുള്ളത്. അനാവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവൃത്തം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടാത്ത എന്നാണ് അർത്ഥം കേട്ടോ. അനാവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവൃത്തം എന്നാണ് പറയുന്നത്. ആവർത്തിക്കപ്പെടാത്ത. ഓക്കെ ആണല്ലോ. ഇനി ഇതാണ് നമ്മുടെ പ്ലേലിസ്റ്റ്. ഓൾറെഡി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ, VFA ആൻഡ് LDC എന്നാണ് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. ഒരുപാട് പേര് പ്ലേലിസ്റ്റ് ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത് കേട്ടോ. നിങ്ങൾ നമ്മുടെ ചാനൽ എടുക്കുക, പ്ലേലിസ്റ്റ് എന്ന ഭാഗത്ത് പോയി ചെക്ക് ചെയ്യുക. അവിടെ VFA ആൻഡ് LDC എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കാണും. അത് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 7 വീഡിയോസ് എന്ന് കാണിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ആയിട്ടുണ്ടാവും. കാരണം എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 8:17 ആണ്. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. റെഗുലർ ക്ലാസ് ആണ്. ലൈവ് ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യം ഈ സമയത്ത് തന്നെ നമ്മുടെ ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലൈവുകൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാട്ടോ. ഓക്കെ ആണല്ലോ. സോ പ്ലേലിസ്റ്റിൻ്റെ പേര് മറക്കേണ്ട, VFA ആൻഡ് LDC. നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് 8:17 രാവിലെ എല്ലാ ദിവസവും 8:17 ആണ്. ഇനി സമയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടെങ്കിൽ അതറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ നമ്മൾ ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എല്ലാ ദിവസവും പോസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവിൻ്റെയും ക്ലാസ്സിൻ്റെയും സമയം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. വാക്യശുദ്ധിയാണ് കേട്ടോ. വാക്യശുദ്ധിയിൽ നിന്ന് വന്ന ചോദ്യമാണ്. ശരിയായ വാക്യമാണ് തിരിച്ചെടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയുന്ന കാര്യമാണ്. ഒരു നമ്പർ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ കൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഒരു നമ്പർ ചേർത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ബഹുവചന രൂപം ഉപയോഗിക്കേണ്ടതില്ല. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. സോ ഇവിടെ 10 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കുണ്ട്. 10 എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലല്ലേ? ഒന്നിൽ കൂടുതലാണ്. സോ അതിൻ്റെ കൂടെ വീണ്ടും എന്ത് ചേർക്കേണ്ട? ബഹുവചനം ചേർക്കേണ്ട. അപ്പോൾ തേങ്ങ എന്ന് മതി. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. എനിക്ക് 10 തേങ്ങ വേണം എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് 10 തേങ്ങകൾ വേണം എന്ന് പറയണ്ട. കാരണം ബഹുവചനം ചേർക്കേണ്ട. ഓൾറെഡി നമ്മൾ ബഹുവചനമായിട്ട് നമ്പർ ചേർത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. ഇവിടെ നോക്കിയേ, അതിൻ്റെ റൂൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം കേട്ടോ. വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചേ. ഇതിൻ്റെ വ്യാകരണ നിയമപ്രകാരം മലയാളത്തിൽ കൃത്യമായ ഒരു സംഖ്യ, ഇവിടെ മലയാളത്തിൽ കൃത്യമായ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ 10 എന്ന് പറഞ്ഞിട്ടില്ലേ, എണ്ണിക്കാണിക്കാവുന്ന ഒരു നാമത്തിന് മുമ്പിൽ, അതായത് നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണിന് മുമ്പിൽ, നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണല്ലേ, കൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് എണ്ണിക്കാണിക്കാവുന്ന ഒരു നാമത്തിന് മുന്നിൽ. വിശേഷണമായി വരുമ്പോൾ ആ നാമം ഏകവചന രൂപത്തിൽ എഴുതാവുന്നതാണ്. ഇവിടെ തേങ്ങ എന്ന് മതി. ഓക്കെ, അതിനോടൊപ്പം വീണ്ടും ബഹുവചന രൂപ പ്രത്യയങ്ങളായ കള്ള് ചേർക്കേണ്ടത് ആവശ്യമില്ല. ഇത് പ്രത്യയമാണ് കേട്ടോ, ബഹുവചന പ്രത്യയമാണ് കൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. 5 പുസ്തകം എന്ന് പറയുന്നതാണ് ശരി. 5 പുസ്തകങ്ങൾ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 5 പുസ്തകങ്ങൾ എന്ന് പറയണ്ട. ഞാൻ കുറച്ച് അധികം എക്സാമ്പിളുകളോട് തന്നിട്ടുണ്ട്. വിപണിയിൽ നിന്ന് 5 പുസ്തകം വാങ്ങി. ഓൾറെഡി നമ്മൾ ഒന്നിൽ കൂടുതലുള്ള എന്ത് പറഞ്ഞിട്ടുണ്ട്, എണ്ണിക്കാണിക്കാവുന്ന ഒരു നാമത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. സോ പുസ്തകം എന്ന് ഏകവചന രൂപം മതി. 5 പുസ്തകം. വഴിയിൽ 4 ആന നിൽക്കുന്നുണ്ട്. അദ്ദേഹം 2 വീട് നിർമ്മിച്ചു. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. അവൻ 3 പേന തന്നു. മനസ്സിലായോ? ഇതെല്ലാം എന്താണ്, ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ, എണ്ണിക്കാണിക്കാവുന്ന ഒരു നാമത്തിന് മുന്നിൽ വിശേഷണമായിട്ട് കൃത്യമായ ഒരു സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ
അത് ഏകവചന രൂപത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് ആ വാക്യശുദ്ധിയുടെ റൂൾ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വ്യക്തമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, കൺഫ്യൂസ് ആയി പോവരുത്, മാറിപ്പോവരുത്. ഓക്കെ ആണല്ലോ. വാക്യശുദ്ധിക്ക് ഇതുപോലെ ഒരുപാട് റൂൾസ് ഉണ്ട്. നമ്മൾ പല പല ക്ലാസ്സുകളിലായിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പുനരുക്തി, പൗരുക്ത്യം എന്നൊക്കെ പറഞ്ഞ റൂളുകളുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. ഓക്കെ ആണല്ലോ. സോ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കാം. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു റൂളാണിത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം എന്നാണ് പറയുന്നത് കേട്ടോ. സൂചിപ്പിക്കാത്ത, എല്ലാവരും കൊണ്ടേ തെറ്റിക്കാത്ത, അതായത് സൂചിപ്പിക്കാത്ത എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നെന്താണ്? പൂജന ബഹുവചനമാണ്. നമ്മൾ ഒരുപാട് തവണ ഈ വചനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂജക ബഹുവചനമാണ്. ഒരുപാട് പേർക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ആയി തെറ്റാൻ സാധ്യതയുള്ളതും ഒരുപാട് പേര് ഇരുന്ന് പഠിക്കുന്നതുമാണ് പൂജക ബഹുവചനം. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോവാതെ പഠിച്ചു വെച്ചേക്കുക. ഇവിടെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം എന്നാണ് ചോദിക്കുന്നത്. സൂചിപ്പിക്കാത്ത പദം, അതായത് പൂജക ബഹുവചനം ഏത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് ഇൻഡയറക്റ്റ്ലി വന്ന ചോദ്യമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ പൂജന ബഹുവചനം ഏത് എന്ന് നമ്മൾ സിമ്പിളായിട്ട് എടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഉത്തരം. ഏതാ പൂജക ബഹുവചനം മക്കളെ? നമ്മൾ ഓൾറെഡി എത്ര തവണ പഠിപ്പിച്ച ഉത്തരം പറഞ്ഞേ? അത് ഓപ്ഷൻ സി ആണ്. സ്വാമികളാണ് കേട്ടോ. സ്വാമികൾ. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി ആണ് താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം. അധ്യാപകർ എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ്, ബഹുവചനമാണ്. കവികൾ എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ്. ശിഷ്യന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടമാണ്, അത് ബഹുവചനമാണ്. ഒന്നിൽ കൂടുതലുള്ളതെല്ലാം എന്താണ്? ബഹുവചനത്തിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, എന്താണ് പൂജക ബഹുവചനം എന്നാണ് ഞാൻ പറയുന്നത്. ഒരാളെ ബഹുമാനത്തോടെയോ ആദരവോടെയോ സൂചിപ്പിക്കുന്നതിനായി ഏകവചന രൂപത്തോടൊപ്പം ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കുന്നതിനെ പൂജക ബഹുവചനം എന്ന് പറയുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബഹുവചന പ്രത്യയമാണ് കൾ എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഒരാൾ, ഇത് തന്നെ ഞാൻ വെച്ചൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇവിടെ സ്വാമി എന്ന് പറയുന്ന ആളാരാണ്? ഒരു വ്യക്തിയാണ് അല്ലേ, ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ട് നമ്മൾ ബഹുവചന പ്രത്യയമായ കൾ ഇവിടെ ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്തായി മാറി? ഇത് പൂജക ബഹുവചനമായിട്ട് മാറി. സ്വാമികൾ എന്നായി മാറിയില്ലേ, സ്വാമികൾ എന്നായി മാറി. മനസ്സിലായോ? സ്വാമി എന്ന് പറയുന്ന ഏകവചന രൂപത്തിന്റെ കൂടെ കൾ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയം ചേർക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരോടുള്ള ബഹുമാന സൂചകമായിട്ട് അല്ലെങ്കിൽ ആദര സൂചകമായിട്ട്. ശേഷം വരുന്ന ടേം എന്ന് പറയുന്നത് അത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നല്ല അർത്ഥം, മറിച്ച് ഒരാളെ വളരെ ആദരവോടെ കാണിക്കുന്നതാണ് പൂജക ബഹുവചനം. ഞാൻ കുറച്ച് വളരെ ഫ്രീക്വൻ്റ്ലി PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് പൂജക ബഹുവചനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഐഡിയ മനസ്സിലാക്കി വെക്കുക. വ്യക്തി ഒരാളേ ഉള്ളൂ, അവരെ ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? ബഹുവചനമായിട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് ഏകവചനമാണ്. അതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ, താങ്കൾ, ന്യായാധിപർ, ദൃഢരാഷ്ട്രർ, ഗുരുക്കൾ, സ്വാമികൾ, വൈദ്യർ, തിരുവടികൾ, ജ്യോത്സ്യർ, മാരാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം PSC മോസ്റ്റ് റിപ്പീറ്റഡിൽ ചോദിച്ചാണ് കേട്ടോ. ഇതെല്ലാം PSC ചോദിച്ചാണ്. എല്ലാം PYQ ആണ്, ഒന്നും എടുത്ത് കളയാനില്ല. എല്ലാം ഓരോ എക്സാമ്പിൾസും ഞാൻ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? PYQ ആണ്. എല്ലാം പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളാണ്. നിങ്ങൾ, താങ്കൾ, ന്യായാധിപർ, ധൃതരാഷ്ട്രർ, ഗുരുക്കൾ, സ്വാമികൾ, വൈദ്യർ, തിരുവടികൾ, ജ്യോത്സ്യന്മാർ, മാരാര്. ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. അതെന്ത് ചെയ്യുക? അതുകൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, ക്ലാസ്സിൻ്റെ കൂടെ ഞാൻ പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ പുറത്തുനിന്ന് ചോദിക്കില്ല എന്ന് ഞാൻ പറയില്ല, പുറത്തുനിന്ന് ചോദിക്കും. അപ്പോൾ അതുകൂടെ പഠിച്ചു വെക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ അതുകൂടെ ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം എന്നാണ് ചോദിക്കുന്നത്. പദശുദ്ധിയിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. പദശുദ്ധിയിൽ നിന്നുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഉദ്ഗ്രഥിതം എന്നാണ് പറയേണ്ടത്. ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ ഉദ്ഗ്രഥിതമാണ്. അത് ഓപ്ഷൻ എ ആണ്. ഉദ്ഗ്രഥിതം രഥത്തിൻ്റെതായാണ് കേട്ടോ. രഥത്തിൻ്റെതായാണ്, ഉദ്ഗ്രഥിതമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഞാനിവിടെ കുറച്ച് പദശുദ്ധികൾ തരുന്നുണ്ട്. സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. എല്ലാവരും തെറ്റിക്കുന്ന ഒരുപാടെണ്ണം ഞാനിവിടെ തരുന്നുണ്ട്. നമ്മൾ സ്ഥിരം പറയുന്നൊരു ടേം ഉണ്ടല്ലോ, കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അയാൾ കണ്ടുപിടുത്തം, അയാളുടെ കണ്ടുപിടുത്തമാണിത്, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണിത്, ഇത് അവരുടെ കണ്ടുപിടുത്തമാണ് എന്ന് നമ്മൾ പറയും. കണ്ടുപിടുത്തം എന്ന് പറയുന്നത് തെറ്റാണ്. കണ്ടുപിടുത്തമാണ് ശരി കേട്ടോ. കണ്ടുപിടുത്തം ഡി ആണ് കണ്ടുപിടുത്തമാണ്. അടുത്തത് കവയത്രിയല്ല, കവയിത്രിയാണ്. ഓക്കെ, കവയിത്രിയാണ്.
അത് ഒരുപാട് തവണ റിപ്പീറ്റ് വന്നതാണ് കേട്ടോ. നമ്മൾ ഒരുവിധം എല്ലാ ക്ലാസ്സിലും ഈ കവയത്രി നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അത് പിന്നെയും പറഞ്ഞത്. തീർച്ചയായിട്ടും ചോദിക്കും കേട്ടോ. ചോദിക്കാൻ വളരെ സാധ്യത കൂടി ഒന്നാണ് കവയത്രി എന്ന് പറയുന്നത്. കവയിത്രിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് കളയിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. പീഡ ആവശ്യം ഇവിടെ ഇല്ല. കളയിക്കുക എന്ന് പറഞ്ഞാൽ മതി. അതാണ് ശരി കേട്ടോ. കളയിപ്പിക്കുക എന്നത് തെറ്റാണ്. കളയിക്കുക എന്നാണ് ശരി. അടുത്തത് കാട്ടാളത്വം എന്ന് പറയുന്നത് തെറ്റാണ്. കാട്ടാളത്തമാണ് ശരി. അതെന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരുപാട് മുമ്പ് പറഞ്ഞതാണ്, എപ്പോഴും പറയുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് സംസ്കൃതം വേർഡുകളും മലയാള വേർഡുകളും ഉണ്ട്. സംസ്കൃതത്തിൽ നിന്ന് വന്ന മലയാള വേർഡുകൾക്ക് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും? ത്വം ചേർക്കും. ഓക്കെ, ഈ ത്വം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വേർഡുകൾക്ക് കൂടെ ചേർക്കുന്നതാണ് ത്വം എന്ന് പറയുന്ന ഈ പറയുന്ന വേർഡ്. എന്നാൽ മലയാള പദങ്ങളുടെ കൂടെ നമ്മൾ ചേർക്കുന്നത് തമ്മാണ്. തം. ഓക്കെ, ഈ തമ്മാണ് നമ്മൾ മലയാള പദങ്ങളുടെ കൂടെ ചേർക്കുന്നത്. കാട്ടാളത്വം എന്ന് പറയുന്നത്, കാട്ടാളൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മലയാള പദമാണ്. സോ അതിൻ്റെ കൂടെ തം ചേർത്താൽ മതി. കാട്ടാളത്തമാണ് ശരി. ഓക്കെ, ഇനി കീഴ്ക്കോടതി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിയാണ് കേട്ടോ. കായ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡബിൾ കായാണ് വരുന്നത്. കീഴ്ക്കോടതിയാണ്. അടുത്തത് കുട്ടിത്തം എന്ന് പറയുന്നത് തെറ്റാണ്. കുട്ടിത്തമാണ്. കുട്ടിത്തം. ഇതും മലയാള പദമായതുകൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ സംസ്കൃത പദത്തിന് ഉദാഹരണം വേണമെങ്കിൽ മഹത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മഹത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സംസ്കൃത പദമാണ്. സോ മഹത്വം എന്നാണ് വരിക കേട്ടോ. മഹത്വം എന്നല്ല, മഹത്വം എന്നാണ്. മഹതിൻ്റെ കൂടെ ത്വമാണ് വരിക. കാരണം അത് സംസ്കൃത പദമാണ്. ഓക്കെ ആണല്ലോ. ഇനി കൈച്ചിലവ്, ഇതൊക്കെ നമ്മൾ അവിടെ മുൻപ് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? വീണ്ടും അതും അധികം റിപ്പീറ്റ് ചെയ്യാത്തത്. കൈച്ചിലവ് എന്നല്ല. കൈച്ചിലവിന് കാശ് വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ? കൈച്ചിലവല്ല, കൈച്ചെലവാണ്. ചെലവ്. അതേപോലെ തന്നെ ചിലവല്ല, ചെലവാണ് ശരി. ഇനി ഇവിടെ നോക്കിക്കേ, ഗൂഢാലോചന എന്നുള്ളത് തെറ്റാണ്. ഈ കെട്ടുവള്ളിയുള്ള ഡായാണ് കേട്ടോ. ഗൂഢാലോചന, ഈ ഒരു കെട്ട് കണ്ട ഉള്ളിൽ ഇങ്ങനെ ഒരു കെട്ടുള്ള ഡായാണ് ശരി. അതാണ് ഗൂഢാലോചന. ചുമന്ന എന്ന് പറയില്ല, ചെമന്ന എന്നാണ് പറയുക. ചുമന്ന എന്ന് തെറ്റാണ്. ചെമന്നയാണ് ശരി. ചുമര് നമ്മൾ സ്ഥിരം പറയുന്നതാണല്ലേ. ചുമരിൽ ചിത്രം വരയ്ക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. ചുമരിൽ ചിത്രം വരച്ച പോലെ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. യെസ്, അപ്പോൾ ചുമര് എന്നുള്ളത് തെറ്റാണ്. ചുവരാണ് കേട്ടോ. ചുവരാണ് ശരി. അടുത്തത് ജനയത്രി എന്നുള്ളത് തെറ്റാണ്. ജനയിത്രിയാണ് ശരി. ജനയത്രിയല്ല, ജനയിത്രിയാണ്. നമ്മൾ നേരത്തെ കവയത്രിയിൽ പഠിച്ച പോലെ തന്നെ കവിയിത്രി എന്ന് പറഞ്ഞ പോലെ തന്നെ ജനയിത്രിയാണ്. ജനയിത്രി. അടുത്തത് ജന്മിത്വം എന്ന് പറയുന്നത് തെറ്റാണ്. ജന്മിത്തമാണ്. കാരണം ജന്മി എന്ന് പറയുന്നത് മലയാള വേർഡാണ്. ജാള്യത എല്ലാവർക്കും തെറ്റുന്നൊരു സാധനമാണ് കേട്ടോ. ജാള്യതയോട് കൂടി പറഞ്ഞു എന്ന് പറയില്ലേ. ജാള്യത എന്ന് പറയുന്ന ടേം ഇല്ലാതെ തെറ്റാണ്. ജാള്യമാണ് ശരി. ഡിഗ്രി ലെവലിന് പോലും ചോദിക്കുന്ന ഒന്നാണ് ജാള്യം. അടുത്തത് തത്വം എന്ന് പറയുന്നത് സിംഗിൾ തായ് അല്ല, ഡബിൾ തായ് ആണ് വരുന്നത്. തത്വമാണ്. 14ാമത്തെയാണ് കേട്ടോ. സോ 14 പദശുദ്ധികൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. ഓൾറെഡി നമ്മൾ ഒരുപാടെണ്ണം എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചെണ്ണം കൂടെ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇപ്പം നമ്മൾ നിലവിൽ എത്ര ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു മക്കളെ? എത്ര ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു? 7ഓളം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 8ാമത്തെ ചോദ്യമാണ്. ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ് ചോദിക്കുന്നത്. ഭഗിനിയുടെ പുല്ലിംഗ രൂപം തെറ്റിക്കാനുള്ളത് ഇവിടെ കിടക്കുന്നുണ്ട്. അതല്ല ഭഗിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗിനി എന്ന് പറഞ്ഞാൽ ഭ്രാതാവാണ് ശരി കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. പുല്ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഭഗിനിയുടെ പുല്ലിംഗം എന്താണ്? ഭ്രാതാവാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഞാനിത് അവിടെ തരുന്നുണ്ട്. എതിർലിംഗം അല്ലെങ്കിൽ പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം ഇങ്ങനെ പറയൂ കേട്ടോ. ഒന്നുകിൽ ഇതിനെ എതിർലിംഗം എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പുല്ലിംഗം എന്നോ സ്ത്രീലിംഗം എന്നോ ചോദിക്കും. പുല്ലിംഗം തരും, സ്ത്രീലിംഗം ചോദിക്കും. സ്ത്രീലിംഗം തരും, പുല്ലിംഗം ചോദിക്കും. അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. സോ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ലിംഗം എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ നമ്മൾ എടുക്കേണ്ട എന്താണ്? സ്ത്രീലിംഗമോ പുല്ലിംഗമോ എന്നാണ്. ഓക്കെ, വളരെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന കുറച്ചെണ്ണം ഞാനിവിടെ തരുന്നുണ്ട്. സിമ്പിളായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കൈമൾ ആദ്യം തരുന്ന എല്ലാം എന്താണ്? ആദ്യം തരുന്ന എല്ലാം പുല്ലിംഗമാണ്. രണ്ടാമത് പറയുന്നത് എല്ലാം സ്ത്രീലിംഗമാണ്. ഇനി അതൊന്നും തെറ്റിപ്പോരുത്. ഇതേ ഓർഡറിൽ ആദ്യം പറയുന്ന പുല്ലിംഗം, രണ്ടാമത് പറയുന്ന സ്ത്രീലിംഗം. ഓക്കെ, ഞാൻ ആ ടേംസ് വായിക്കുകയുള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കൈമൾ കുഞ്ഞമ്മയാണ്. ക്ഷത്രിയൻ ക്ഷത്രിയാണിയാണ്. ഘാതകൻ ഘാതകിയാണ്. തെറ്റിക്കരുത് കേട്ടോ. ഘാതിക എന്നൊക്കെ പറഞ്ഞു തരും. അതേപോലെ തന്നെ ഘാതക എന്നൊക്കെ തരും. ഘാതകയല്ല, ഘാതകിയാണ്. ചെട്ടി ചെട്ടിച്ചിയാണ്. ജാമാതാവ് സ്നുഷയാണ്. തപസ്വി തപസ്വിനിയാണ്. ദൂതൻ ദൂതിയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ദൂതൻ ദൂത എന്ന് പറഞ്ഞ് ചിലപ്പോൾ തരും. തെറ്റാണ്. ദൂതൻ ദൂതിയാണ്.
നമ്പ്യാർ നങ്ങിയാരാണ്. ഇത് ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ് ചോദ്യം ഇത് ഇവിടെ എത്തുമ്പോൾ. കാരണം നമുക്ക് പഠിക്കാനുള്ള വേറൊരു കാര്യമുണ്ട് അല്ലേ, കലകളിൽ ഒരു കാര്യം പഠിക്കാനുണ്ട്. നമ്മൾ ചാക്യാർകൂത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ സ്ത്രീവേഷം കെട്ടുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് നങ്ങിയാർ അല്ലേ. അങ്ങനെയെങ്കിൽ അത് പുരുഷ കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു? ചാക്യാരായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ, മലയാളത്തിൽ വരുമ്പോൾ നമ്പ്യാർ പുല്ലിംഗവും അതിൻ്റെ സ്ത്രീലിംഗമാണ് നങ്ങിയാർ കേട്ടോ. മാറിപ്പോരുത്, ആർട്സും മലയാളവും കൂടി മിക്സ് ആക്കരുത്. ഇനി നമ്പൂതിരി അന്തർജനമാണ്. നായകൻ നായികയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, നായകൻ എന്ന് പറഞ്ഞാൽ നായിക എന്നാണ്, നായിക. നേതാവ് നേത്രിയാണ്. പ്രസാദകൻ പ്രസാദികയാണ്, പ്രസാദികയാണ്. ഭിക്ഷു ഭിക്ഷുകിയാണ്. ഭോജി ഭോജിനിയാണ്. മാടമ്പി കെട്ടിലമ്മയാണ്. ഓക്കെ ആണല്ലോ. വളരെ പ്രധാനപ്പെട്ട 15 പുല്ലിംഗം സ്ത്രീലിംഗങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാടെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരുപാടെണ്ണമായിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ശ്രദ്ധിച്ചേ. അതിനു മുമ്പ് ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മുൻപുള്ള ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഏതാണ് ആ മുൻപുള്ള ക്ലാസ്? നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ചോദ്യമില്ലേ? ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫയർമാന് വേണ്ടി എടുത്ത റീസെൻ്റ്ലി ലാസ്റ്റ് എടുത്ത ക്ലാസ് ആയിരിക്കും. മലയാളത്തിന് വേണ്ടിയിട്ട് ഫയർമാന് വേണ്ടി നമ്മൾ എടുത്ത ക്ലാസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് കണ്ടിരിക്കണം. ഫയർമാൻ ഫയർ റെസ്ക്യൂ എന്ന് നിങ്ങൾ നോക്കണ്ട. മലയാളം 12th ലെവലിലൊരു എക്സാം എന്ന് മാത്രം കരുതി എന്ത് ചെയ്യുക, ഈ മലയാളത്തിൻ്റെ റിവിഷൻ നിങ്ങൾ കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി CPO WCPOന് വേണ്ടി എടുത്ത മലയാളത്തിൻ്റെ ക്ലാസ്സാണ് ഇത്. ഇതിലും ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു അടിപൊളി റിവിഷനാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇനി ഡിഗ്രി ലെവൽ 12th ലെവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ റിവിഷൻ ആയിരുന്നു ഇത് മലയാളത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളം ഒരുപാട് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ച്. ഇവിടെ നോക്കിയേ, 6 ക്വസ്റ്റ്യൻ പേപ്പറിലെ 50-ലധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടേക്കുക. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇനി നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി എടുത്ത 2 ക്ലാസ്സുകളാണ് ഇവിടെ കാണുന്നത്. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നമ്മൾ എടുത്ത 2 ക്ലാസ്സുകളാണ് ഇത് രണ്ടും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കണ്ടിരിക്കുക. ഒരുപാട് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുബന്ധ വിവരങ്ങൾ എന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങൾ പഠിക്കുന്ന പോലെയല്ല. മലയാളത്തിന് നമ്മൾ എന്താ പഠിക്കുന്നത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് പഠിക്കുവാണ്. സോ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടേക്കാം. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. അല്ലാതെ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിർബന്ധിക്കുമെന്നല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. അല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ ആണല്ലോ, പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിക്കേ. അവരജൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിപരീത പദത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. നമുക്കറിയാലേ, അഗ്രജൻ അവരജൻ എന്നാണ് പറയുക. അഗ്രജൻ അവരജൻ എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. അഗ്രജൻ എന്ന് പറഞ്ഞാൽ അവരജനാണ്. ഓപ്ഷൻ A ആണ്, അഗ്രജനാണ് കേട്ടോ. അഗ്രജനാണ് ശരി. അഗ്രജനും അവരജനും. ഓക്കെ അല്ലേ? അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് വിപരീത പദങ്ങൾ ഞാനിവിടെ തരുന്നുണ്ട്, പഠിക്കാം. ഏറ്റവും കൂടുതൽ PS റിപ്പീറ്റ് ചെയ്ത ഒന്നാണ് ഉന്മീലനവും നിമീലനവും. ഉന്മീലനത്തിന്റെ വിപരീത പദമാണ് നിമീലനം. പഠിച്ചു വെച്ചേക്കാട്ടോ. നിർമീലനം എന്ന് തരും, നമീലനം എന്ന് തരും, നീമീലനം എന്ന് തരും. പക്ഷെ നിമീലനമാണ്, മീക്കാണ് എന്ത് കെട്ടുവള്ളി എന്ന് പറയുന്നത്. ഉന്മീലനവും നിമീലനവും. സാരം നിസാരമാണ്. നിസാരം വിപരീത പദങ്ങളാണ് പറയുന്നത്. സാരം നിസാരം. ചിറ്റിമ്പം പേരിമ്പമാണ്. ഇത് അടുത്തൂടെ ചോദിച്ചേളൂ. ചിറ്റിമ്പം പേരിമ്പമാണ്. വൈമുഖ്യവും അഭിമുഖ്യവും. ഛേദനവും അഛേദനവും. ഛേദനം അഛേദനമാണ്. അഛേദനം. ശ്ലാഘ്യം നിന്ദ്യമാണ് കേട്ടോ. ശ്ലാഘ്യം നിന്ദ്യമാണ്. ഗ്രഹണീയവും പൃഹണീയവുമാണ്. ഗ്രഹണീയം എന്ന് പറഞ്ഞതിന്റെ വിപരീത പദമാണ് പൃഹണീയം എന്ന് പറയുന്നത്. പൃഹണീയമാണ് കേട്ടോ. പൃഹണീയം. ഋജു എന്നതിന്റെ വിപരീതം എന്താണ്? വക്രമാണ്. ഋജു എന്ന് പറയുന്നത് വക്രമാണ്. ഋണം എന്ന് പറഞ്ഞാൽ അനിർണമാണ് കേട്ടോ. ഋണം എന്ന് പറഞ്ഞാൽ അനിർണമാണ്. താപം എന്ന് പറഞ്ഞാൽ തോഷമാണ്. താപത്തിന്റെ വിപരീതം എന്താണ്? തോഷം. ഉദാരൻ എന്ന് പറഞ്ഞാൽ കൃപണനാണ് കേട്ടോ. ഉദാരന്റെ വിപരീത പദം എന്ത് ചോദിച്ചാൽ കൃപണൻ. അണിമ എന്നതിന്റെ വിപരീത പദം എന്താണ്? അണിമ എന്ന് പറഞ്ഞാൽ ഗരിമയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 എണ്ണം ഞാനിവിടെ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഒരുപാട് വിപരീത പദങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. നല്ലൊരു ടോപ്പിക്കാണ്. എപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കാറ്. സോ ഫ്രീക്വൻ്റ്ലി വന്ന PYQമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. വിപരീത പദം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ.
സമാന പദം കണ്ടെത്തുക എന്നാണ്. സമാന പദം കണ്ടെത്തുക. ധരണിയാണ് ചോദ്യം. ധരണി. മക്കളെ, അതിനു മുമ്പ് ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലേ. നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓൾറെഡി ലൈക്ക് അടിച്ചിട്ടുണ്ടാവും. പുതുതായി കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കാം. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. 8:17 ക്ലാസ്. നമ്മുടെ പ്ലേലിസ്റ്റ് VFA ആൻഡ് LDC എന്നാണ് പേര്. അവിടെ ഇതിനു മുമ്പ് എടുത്ത എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. നമ്മുടെ കോഴ്സിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രോ ലൈവ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും ആ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യുക? കണ്ടുവച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതുവരെ പെൻഡിങ്ങുള്ള എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്ത് നാളെ മുതൽ പുതിയ ക്ലാസ്സുമായിട്ട് ഒരേപോലെ പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ ആണല്ലോ? ശരി, ശ്രദ്ധിച്ചേ. സമാന പദം കണ്ടെത്തുക. ഇത് നമ്മുടെ ഈ ക്ലാസ്സിലെ 10ാമത്തെ ചോദ്യമാണ് കേട്ടോ. സമാന പദം കണ്ടെത്തുക. ധരണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധരണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയാം അല്ലേ. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ധരണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ഭൂമിയാണ്. ഭൂമിയുടെ സമാന പദമാണ് ധരണി. ധരണിയിൽ നിന്നും ജ്വാലകനൊക്കെ എന്ന് കേട്ടിട്ടില്ലേ? അതെന്താണ്? അങ്ങനെ സിനിമാ പാട്ടുണ്ട് അല്ലേ. നമ്മുടെ നരസിംഹത്തിന്റെ പാട്ടാണ്. ധരണി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഭൂമിയാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ. പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സിനിമ മാത്രമല്ല, നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ SCRT ക്ലാസ് എടുത്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒബ്സർവേഷനിലൂടെ നേടിയെടുക്കാൻ പറ്റും കേട്ടോ. സോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങളിലെല്ലാം എന്തുണ്ട്? പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇവിടെ സമാന പദങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. കുറച്ചെണ്ണം നമുക്ക് പഠിക്കാം. ചന്ദനത്തിൻ്റെ നമ്മൾ മുമ്പ് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു സാധനമാണ് ചന്ദനം എന്ന് പറയുന്നത്. മലയജം, പാടീരം, മാലേയം ഇതെല്ലാം എന്താണ്? ചന്ദനമാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയുണ്ട് മലയജം, പാടീരം, മാലേയം. ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണേ തരുന്നുള്ളൂ. നമുക്ക് എല്ലാം കൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതിനു വേണ്ടി ഡിഗ്രി ലെവലിനെടുത്ത ക്ലാസ്സൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. അവിടെ നമ്മൾ സൂര്യൻ്റെയൊക്കെ പറയുന്ന സമയത്ത് ഒരു പേജ് മൊത്തം സൂര്യൻ്റെ പര്യായപദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പേജ് മൊത്തം. അതായത് സൂര്യൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇത്രയും പര്യായപദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൂര്യനെ കുറിച്ച് മാത്രം പറയുന്നുണ്ട്. അതേപോലെ ചന്ദ്രനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, നക്ഷത്രത്തെക്കുറിച്ച് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നദി വരുന്നുണ്ട്, ഭൂമി വരുന്നുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ആ ക്ലാസ്സുകളിൽ ഒരുപാട് എണ്ണം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതേപോലെ പര്യായപദങ്ങൾ കിട്ടിയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. സ്വർണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പദങ്ങളായി വരുന്നത്? കനകം, കാഞ്ചനം, ഹേമം, ഹിരണ്യം. ഈ ഹിരണ്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഹരിണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ എന്നാണ് അർത്ഥം. ഹരിണം ഇപ്പം അടുത്തൂടെ ചോദിച്ചുള്ളൂ. 2026 ഇപ്പോൾ ലാസ്റ്റ് ചോദിച്ചാണ് ഹരിണം. ഹരിണം എന്ന് ഇതായിരുന്നു ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹരിണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനാണ്. അപ്പോൾ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. കിരീടം. കിരീടത്തിൻ്റെ മകുടം, മുകുടം, മൗലി, കോടീരം. മുകുടം, മകുടം, മൗലി, കോടീരം. അടുത്തത് കൈൻ്റെ സമാന പദങ്ങൾ ഏതൊക്കെയാണ്? പാണി, ഹസ്തം, ബാഹു. ബാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയാണ്. അടുത്തത് കാക്കയുടെ നോക്കിയേ. കാകൻ, ബലിബുക്ക്, വായസം. കാകൻ, ബലിബുക്ക്, വായസം എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്കയാണ്. കാക്കയാണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് രാത്രി. രാത്രിയുടെയൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് എണ്ണം പഠിച്ചതാണ് കേട്ടോ. നിശ, രജനി, നിശീദിനി എന്ന് പറഞ്ഞാൽ ഏതാണ്? രാത്രിയാണ്. നിശ, രജനി, നിശീദിനി. അടുത്തത് പ്രഭാതം. പ്രഭാതം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഉഷസ്, പുലരി, വിഭാതം ഇതെല്ലാം എന്താണ്? പ്രഭാതമാണ്. വിഭാതം, ഉഷസ്, പുലരി. അടുത്തത് കളികളുടെ സമാന പദങ്ങൾ ഏതൊക്കെയാണ്? ക്രീഡ, ലീല, കേളി. ക്രീഡ, ലീല, കേളി ഇതെല്ലാം എന്താണ്? കളിയുടെ സമാന പദമാണ്. അടുത്തത് നദി. നദി എന്ന് പറഞ്ഞാൽ തരംഗിണി, തടിനി, വാഹിനി ഇതെല്ലാം എന്താണ്? നദിയുടെ പര്യായപദങ്ങളാണ് കേട്ടോ. നദിയുടെ ഒരുപാട് പര്യായപദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഞാനൊരു ഓർഡറിൽ ഒരു പാട്ട് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പാട്ടല്ല, നമുക്കൊരു സ്ലോഗൻ ചെല്ലുന്ന പോലെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സിൽ നദിയെക്കുറിച്ച് കേട്ടോ. തരംഗിണി, തടിനി, വാഹിനി ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി 10ാമത്തെയാണ് പറയുന്നത് കടല്. കടല്, സമുദ്രം, അബ്ദി, പയോധനി, വാരിധി, പാർവതി ഇതെല്ലാം എന്താണ്? കടലാണ് കേട്ടോ. സമുദ്രം, അബ്ദി, പയോധതി, വാരിധി, പാർവതി. പാർവതിയാണ് കേട്ടോ. വവ്വാലിൻ്റെ വായാണ്, 2ാമത്തെ വായാണ്. കടല്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളുടെ സമാന പദങ്ങൾ 3ഉം 4എണ്ണം വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ.
ഞാൻ നിങ്ങളുടെ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നമ്മൾ നേരത്തെ പ്ലേലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. ഈ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സോ നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ കുറച്ച് പുസ്തകങ്ങൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിന് ഇംഗ്ലീഷിനും മാത്സിനുള്ള ഒരു കളക്ഷനും അതേപോലെ തന്നെ NCERT SCERTക്കുള്ള കളക്ഷൻ, ഡിഗ്രി ലെവലിനുള്ള കളക്ഷൻ, LDC 12th ലെവലിലുള്ള കളക്ഷൻ, അതേപോലെ തന്നെ LGS 10th ലെവലിനുള്ള കളക്ഷൻ, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കളക്ഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് റാങ്ക് ഫയലുകൾ, പുസ്തകങ്ങൾ, NCERTയുടെ പുസ്തകങ്ങൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉപകാരപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാം കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങി നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കാം. സോ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന മറ്റ് പല എന്ത് ചെയ്യുക ഒരുമിച്ച് വെക്കാതെ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് വെച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ തന്നെയാവും, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ച പുസ്തകങ്ങളായിരിക്കും. സോ വീണ്ടും എന്ത് ചെയ്യാം, അതൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് വളരെ സമയം കുറവാണ്. സോ ഒന്ന് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊരു കഴിഞ്ഞൊരു ലൈവ് എടുത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതാണ്, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതാണ്. ഓക്കെ ആണല്ലോ മക്കളെ. ശരി, ഇനി ഇവിടെ നോക്കിക്കേ. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ആ 10 ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, എനിക്കൊരു കണക്ക് ശരിയാണെങ്കിൽ 100-ലധികം കാര്യങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും മലയാളം ക്ലാസ്സുകളും എല്ലാ ക്ലാസ്സുകളും നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ VFA LDCക്ക് വേണ്ടിയിട്ടുള്ള മലയാളം ക്ലാസ് നിങ്ങൾക്ക് വേണോ? അങ്ങനെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് PSCക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഈ ഹൈപ്പ് ഒരുപാട് പേര് കാണുന്നില്ല പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ മക്കളെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ലൈവായിട്ടോ പ്രീമിയർ ആയിട്ടോ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്ത് രണ്ടാമത് വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരും കേട്ടോ. നമ്മുടെ കമൻസ് എന്ന് പറയുന്ന സെക്ഷൻ ഇങ്ങനെ നീക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹൈപ്പ് ഉണ്ടായിരിക്കും. സോ ഹൈപ്പ് എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഒരുപാട് പേര് ഹൈപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ അതോടെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. എല്ലാം എന്ത് ചെയ്യുക, കണ്ട് പഠിച്ച് കൂടെ തന്നെ പോരാ. ഓക്കെ ആണല്ലോ. സോ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കീപ് ലേണിംഗ് വിത്ത് മീ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.